എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. മതസൗഹാർദ്ദത്തിന് ഏറെ പേരുകേട്ട മലപ്പുറത്ത് വീണ്ടും ഇതാ പ്രഭാകരേട്ടന്റെ റമദാൻ വ്രതാനുഭവം. കഴിഞ്ഞ 36 വർഷമായി പുണ്യ റമദാനിൽ മുടക്കമില്ലാതെ വ്രതം അനുഷ്ഠിച്ചു വരികയാണ് വളാഞ്ചേരിയിലെ വെസ്റ്റേൺ പ്രഭാകരൻ എന്ന നാട്ടുകാരുടെ പ്രഭാകരേട്ടൻ. റമദാൻ വ്രതമെടുക്കുന്ന പതിവിനോടൊപ്പം തന്നെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നോമ്പുതുറ ഇത്തവണയും സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വേദിയായി മാറി. ജാതിമത രാഷ്ട്രീയ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള പ്രഭാകരേട്ടന്റെ വീട്ടിലെ ഈ ഇഫ്താർ സംഗമത്തിന് പ്രത്യേകതകളും വിശേഷങ്ങളും ഏറെയാണ്. ഉമ്മറപ്പടിയിൽ നിലവിളക്കിന്റെ തിരികത്തുമ്പോൾ വളാഞ്ചേരിയിൽ കോട്ടീരി പൊന്നാത്ത് വീട്ടിൽ അകത്തും പുറത്തുമായി വിരിച്ച മുസല്ലയിൽ റമദാൻ വ്രതം അനുഷ്ഠിച്ചവർ നമസ്കരിക്കുന്ന കാഴ്ചയാണ് പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ടത്. 36 വർഷമായി റമദാൻ വ്രതം അനുഷ്ഠിക്കുന്ന പ്രഭാകരേട്ടന്റെ ഇഫ്താർ വിരുന്നിനെത്തുന്നവർക്ക് തന്റെ വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കാനുള്ള സൗകര്യം ഇദ്ദേഹം ഒരുക്കുന്നത്. കഴിഞ്ഞ 36 വർഷമായിക്കൊണ്ട് ഇതുവരെ ഒരു 11 ദിവസമാണ് എനിക്ക് ആകെ നോമ്പ് നഷ്ടപ്പെട്ടുള്ളത്. അതൊരു ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ്. നോമ്പ് ഒരു റംസാൻ വരുന്നു എന്ന് പറഞ്ഞ് 10 ദിവസം മുന്നേ തന്നെ അതിനൊരു തയ്യാറെടുപ്പാണ്. എല്ലാ യാത്രകളും ഒഴിവാക്കി എന്തൊക്കെയാണോ സുഖലോലുപത എന്തൊക്കെയാണോ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ നോമ്പിനെ വരവേൽക്കാറ്. 30 ദിവസം അത് ആസ്വദിക്കാറ് എന്നാണ് പറയേണ്ടത്, അനുഭവിക്കാറെന്നല്ല, ആസ്വദിക്കാറ്. ഇനിയുള്ള കാലം അത്രയും ആ രീതിയിൽ തന്നെ ചെയ്യാനും പോകാനും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും കാര്യങ്ങളും നോമ്പ് തുറക്കായിട്ട് പോകാനാണ് എനിക്ക് താല്പര്യവും ആഗ്രഹവും. അതിലപ്പുറത്തേക്ക് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് നമസ്കരിക്കാൻ എൻ്റെ വീടിനകത്താണ് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതും, എൻ്റെ ഭാര്യയാണ് മസല്ല വിരിക്കാറ് എന്നുള്ളതും അതിയായ സന്തോഷം എന്നും ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. 1988 സുഹൃത്തും പത്രപ്രവർത്തകനുമായ മുഹമ്മദ് മുസ്തഫയുടെ പ്രേരണയിൽ റമദാൻ വ്രതമെടുക്കാൻ പ്രഭാകരേട്ടൻ തുടങ്ങിയത്. 10 ദിവസത്തെ വ്രതമെടുക്കാമെന്ന് കരുതിയതാണ് ഇപ്പോൾ 36 വർഷത്തിൽ എത്തി നിൽക്കുന്നത്. പുലർച്ചെ അത്താഴം കഴിച്ച് സന്ധ്യാസമയം വരെ നീളുന്നതാണ് വ്രതചര്യ. പ്രഭാകരന്റെ നോമ്പുതുറ, അത്താഴ സമയങ്ങളിലെ ഭക്ഷണപാനീയങ്ങളുടെ ക്രമീകരണം എന്നിവ ലളിതവും മാതൃകാപരവുമാണ്. അത്താഴത്തിനും നോമ്പുതുറയ്ക്കും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഭക്ഷണമാണ് ഇദ്ദേഹം കഴിച്ചുപോരുന്നത്. എന്നാൽ തന്റെ ഇഫ്താർ വിരുന്നിനെത്തുന്നവർക്ക് വിഭവങ്ങൾ ഏറെ ഒരുക്കിയാണ് പ്രഭാകരേട്ടൻ കാത്തിരിക്കുന്നത്. തുടർന്ന് അവരോടൊപ്പം സ്നേഹവും സൗഹൃദവും പങ്കിട്ട് അതൊരു സൗഹൃദ സംഗമ വേദിയാക്കി മാറ്റും. ഇതാണ് വർഷങ്ങളുടെ പതിവ്. കാരണം കഴിഞ്ഞ ഒരുപാട് വർഷമായി മുടങ്ങാതെ ഇവിടെ നോമ്പുതുറക്ക് വരികയാണ്. ഇവിടുത്തെ നോമ്പുതുറക്ക് വരുമ്പോൾ വലിയ സന്തോഷം വേറെയാണ്. എല്ലാവരെയും കാണാം, എല്ലാവരുമായി സൗഹൃദം പങ്കിടാം. നമ്മളൊരു വലിയ സ്നേഹത്തിൻ്റെ കട ഇവിടെ ഈ മുറ്റത്ത് തുറന്നു വെച്ച പോലെയാണ്. ഇവിടെ വീട്ടിൽ വന്ന് അവിടെ മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, നമ്മുടെ വിശ്വാസവും. അപ്പം അങ്ങനെയുള്ള ഒരു സഹവർത്തത്തിലൂടെ നമ്മുടെ നാട് പോവേണ്ട അനിവാര്യതയെ ഓർമ്മിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രഭേട്ടന്. അദ്ദേഹം നൽകുന്ന സ്നേഹത്തിന് പകരമായി നമുക്കൊന്നും നൽകാൻ സാധിക്കില്ല. അതിന് പകരമായി നമ്മൾ ഒന്നിച്ച് പരസ്പരം സ്നേഹിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഈ റമദാൻ മാസത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്ന സന്ദേശം. പ്രഭാകരേട്ടൻ ഒരുക്കിയ സ്നേഹസംഗമത്തിൽ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നിലമ്പൂരൊരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിക വെഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിക വെഡിങ്സ് നിലമ്പൂർ.